ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് 4:30 to 6:30 വരെ എന്ത് ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ഇടാമെന്ന്. എല്ലാ ദിവസവും ഇതുപോലെയല്ല, കാരണം ഓരോ ദിവസവും ഓരോ രീതിയാണ് എനിക്ക്. എല്ലാ ദിവസവും ഒരുപോലെയല്ല. ഇതൊരു മെഷീൻ മാതിരി കറക്റ്റ് ടൈമിൽ ഇന്നത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ ഓരോ ദിവസവും ഓരോ രീതിയായിരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു രീതിയാണെങ്കിൽ നാളെ വേറൊരു രീതിയായിരിക്കും. എന്നാലും ഡെയിലി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ചെടി നനയ്ക്കലൊക്കെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്, മഴയില്ലാത്തതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് പോവും. പക്ഷേ എന്നാലും ചിലതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ടെറസിലെ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇട്ട കോലമാണ്. അത് കഴിഞ്ഞിട്ട് ടെറസിലെ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി. അതുപോലെ മുകളിലും ഞാൻ ടെറസിലൊക്കെ അടിച്ചു വരുന്ന കണ്ടിട്ടുണ്ടാവും. ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട് ഒരുപാട് ഇല ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഇന്ന് ഈ വീഡിയോയിൽ നമുക്കൊരു ധ്യാന ശ്ലോകം കൂടെ പഠിക്കാം. നമ്മൾ ലളിതാ സഹസ്രനാമം എടുക്കുമ്പോഴും വിഷ്ണു സഹസ്രനാമം എടുക്കുമ്പോഴും ധ്യാന ശ്ലോകങ്ങൾ വായിച്ചിട്ടല്ലേ നമ്മൾ സഹസ്രനാമം വായിക്കുന്നത്. ഇപ്പോൾ ധ്യാന ശ്ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി, ആ രൂപം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ധ്യാന ശ്ലോകം. അതെല്ലാം ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ താഴെ ചെടി നനയ്ക്കാൻ ഇറങ്ങി. സഹസ്രനാമമൊക്കെ വായിക്കുമ്പോൾ ആ രൂപം, ആ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ രൂപം നമ്മുടെ മനസ്സിൽ ധ്യാനിക്കണം. അപ്പോൾ കാളി ധ്യാന ശ്ലോകമാണ് പഠിക്കുന്നത്. കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലധാരിക ശിര കൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാച മാതൃസഹിതാം മുണ്ഡസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപദാം സംഹാരിണീ ഈശ്വരീ. പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് വിളക്ക് കൊളുത്തി. അപ്പോഴത്തേക്കും 6 മണിയായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കാം. മേഘം പോലെ കറുത്തവള്, കാളി മേഘസമപ്രഭാം, മേഘം പോലെ കറുത്തവളും, ത്രിനയനാം, 3 കണ്ണുള്ളവളും, വേതാള കണ്ഠസ്ഥിതാം, വേതാളത്തിൻ്റെ കഴുത്തിൽ ഇരിക്കുന്നവളും, ഖഡ്ഗം ഖേട കപാലധാരിക ശിര, ഖഡ്ഗം അതായത് വാള്, പരിച കപാലം, ധാരിക ശിരസ് എന്നിവ കൃത്വാ കരാഗ്രേഷു ച, കരങ്ങളിൽ ധരിക്കുന്നവളും, ഭൂതപ്രേത പിശാച മാതൃസഹിതാം, ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, മാതൃക്കൾ എന്നിവ പരിവാരങ്ങളായി ഉള്ളവളും, മുണ്ഡസ്രജാലം കൃതാം അതായത് തലയോട്ടിയുടെ തലകൾ കൊണ്ട് കോർത്ത മാല അണിഞ്ഞവളും, പിന്നെ ആ ദേവിയെ, ആ ഭദ്രകാളിയെ വന്ദിക്കുന്നു. എന്തെന്ന്? ദുഷ്ടമസൂരികാദി വിപദാം, ദുഷ്ട അതായത് ചീത്തയായ മസൂരി തുടങ്ങിയ വിപദാം ആപത്തുകളെ നശിപ്പിക്കുന്നവളുമായ ഈശ്വരിയായ ഭദ്രകാളിയെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഉണക്കമുന്തിരിങ്ങയാണ് ഇന്നിപ്പോൾ നൈവേദ്യമായിട്ട് വച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. പിന്നെ തുളസി തറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.